പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇടിഞ്ഞൊഴുകിയില്ലാതായവർ അവരെ നെഞ്ചോട് ചേർത്ത് ഉറപ്പുള്ള കരയിലേക്ക് ഉയർത്തി ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സർക്കാർ. വയനാട് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ആരും കാണുന്ന ദൃശ്യം. കേരള സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പുനരധിവാസ പദ്ധതിയിലെ വീടുകൾ മുന്നോട്ട് വിരൽ ചൂണ്ടി ഇരുനിലയുടെ ഉറപ്പിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഉയരുകയാണ്. ദുരന്തം പെയ്തിറങ്ങിയ അന്ന് തുടങ്ങിയ സർക്കാരിന്റെ കരുതൽ. സംസ്ഥാന ദുരന്ത നിവാരണ വകുപ്പിന്റെ കീഴിൽ പ്രൊജക്ട് ഇംപ്ലിമെന്റേഷൻ ടീമിനെ നിയമിച്ചതിലൂടെ പ്രതീക്ഷകൾക്ക് പ്രകാശമേകി പ്രകടമായി. ആരോഗ്യ കേന്ദ്രം, അംഗൻവാടി, കമ്മ്യൂണിറ്റി സെന്റർ, മാർക്കറ്റ് തുടങ്ങി ഉപജീവനത്തിനും വിനോദത്തിനുമടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് രാപ്പകൽ അത്യധ്വാനം ചെയ്യുകയാണ് ഇവിടത്തെ തൊഴിലാളികൾ. താമസിയാതെ പദ്ധതിയുടെ ആദ്യഘട്ടമായി ഇവിടെ 100 സ്വപ്നഭവനങ്ങൾ ഉയരും. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഇവിടെ അന്യതാബോധം അലട്ടാതെ കഴിയാൻ സ്വന്തം പേരിൽ വീട് നൽകുന്നത് വഴി ഇവർക്കുള്ള മാനസിക പിന്തുണയും സർക്കാർ ഉറപ്പാക്കുന്നു. കിഫ്ബിയുടെ ഉപകമ്പനി കിഫ്കോൺ പദ്ധതിയുമായി ചേർന്ന് ഗവൺമെന്റ് പ്രതിനിധിയായി പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർവഹണ ചുമതല. പദ്ധതി നടത്തിപ്പിന്റെ ആദ്യാവസാനം സുതാര്യത സർക്കാരിന് നിർബന്ധമാണ്. എല്ലാ ഘട്ടത്തിലെയും പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയാനാകും, പ്രത്യേകിച്ച് ധനവിനിമയ കണക്കുകൾ. ഇതിനായി ഒരു സ്വതന്ത്ര ഫൈനാൻഷ്യൽ ഓഡിറ്ററെയും നിയമിച്ചു കഴിഞ്ഞു. സ്വപ്നയാത്രയിൽ ഒരിടത്തുപോലും തടസ്സങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാ മുൻകരുതലോടും കൂടിയാണ് മുന്നോട്ടുള്ള യാത്ര. അതിന് ആവശ്യമുള്ള ഫണ്ടും അനുവദിച്ചു കഴിഞ്ഞു. പരിസ്ഥിതി സന്തുലിതാവസ്ഥ ഉറപ്പാക്കി. എന്നാൽ പ്രൊജക്ട് നടപടികൾക്ക് താമസം വരാത്ത രീതിയിൽ മരം മുറിക്കാൻ ഒരു SOPയും നിലവിൽ വരുത്തി. ജൂൺ 11 വരെയുള്ള പദ്ധതിയുടെ പുരോഗതി അനുസരിച്ച് ഇതേവരെ ശക്തമായ മഴ അതിജീവിച്ച് 140 വീടുകൾക്ക് ഉള്ള പ്ലോട്ടുകളുടെ അതിർത്തി തിരിച്ചു. 100 വീടുകളുടെ നിലമൊരുക്കി, 50 വീടുകളുടെ വാനം മാന്തി, 50 വീടുകളുടെ ഫൗണ്ടേഷൻ, 40 വീടുകളുടെ സിമന്റ് തറകളുടെ നിർമ്മാണവും ഇതിനകം കഴിഞ്ഞു. ഒരു മോഡൽ വീടിന്റെ മേൽക്കൂര വാർപ്പും പൂർത്തിയായി. സർക്കാർ നിയമിച്ച സ്പെഷ്യൽ ഓഫീസറുടെ പദ്ധതി അവലോകനമായിരുന്നു ജൂൺ 16. എല്ലാ പ്രവർത്തനങ്ങളും വളരെ കാര്യക്ഷമമായി മുന്നേറുന്നുവെന്ന് വിലയിരുത്തി. കൂടാതെ സിയാലിന്റെ സാമ്പത്തിക സാങ്കേതിക സഹകരണത്തോടെ പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാ വീടുകളിലും സോളാർ പാനൽ പദ്ധതി നടപ്പാക്കാനും തീരുമാനമായി. മുഖ്യമന്ത്രി ചെയർമാനായ സിയാൽ ബോർഡാണ് സോളാർ പദ്ധതിക്കുള്ള തീരുമാനമെടുത്തത്. അടുത്ത റീഹാബിലിറ്റേഷൻ കമ്മിറ്റി യോഗത്തോടെ പദ്ധതിക്ക് വേണ്ടിവരുന്ന ആകെ തുകയ്ക്ക് അംഗീകാരമാകും. ദിവസങ്ങൾക്കുള്ളിൽ അന്തിമ കരാർ ULCCയുമായി സ്പെഷ്യൽ ഓഫീസറും തമ്മിൽ ഏർപ്പെടാനാകും. ഇതോടെ പദ്ധതി പ്രവർത്തനം പൂർണ്ണമായ തോതിൽ അതിവേഗം മുന്നോട്ടു കുതിക്കും. ചിറകടിച്ചുയരാനുള്ള കഠിനാധ്വാനത്തിൽ സർക്കാരിനൊപ്പവും അചഞ്ചലമായി നിലകൊള്ളുന്ന സുമനസ്സുകളോടൊപ്പവും നമുക്ക് അണിചേരാം.